വാർത്തകളിലേക്കാണ്. കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത് വൈകും. ശക്തമായ മഴ പെയ്യുന്നതാണ് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഗംഗാവാലി പുഴയിലും തെരച്ചിൽ വ്യാപിപ്പിക്കും. സരീഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. സരീഷ്, ഈ റോഡിലെ തിരച്ചിൽ ഏകദേശം പൂർണ്ണമായി എന്നാണ് കരുതുന്നത്. ഇന്ന് പുഴ കേന്ദ്രീകരിച്ചാകുമോ തെരച്ചിൽ? ഈ മഴ പ്രതികൂലമായി നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. എത്തരത്തിലാണ് ഇതിനെ മറികടക്കാനൊക്കെയുള്ളൊരു സജ്ജീകരണങ്ങൾ സരീഷ്? ഇന്നും കര കേന്ദ്രീകരിച്ചും പുഴ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. റവന്യൂ വകുപ്പ് ഈ പരിശോധന അല്ലെങ്കിൽ റോഡിലെ പരിശോധന പൂർത്തിയായി എന്ന് പറയുമ്പോഴും പൂർണ്ണമായി അതിനോട് യോജിക്കാനാവില്ല. കാരണം ഇപ്പോഴും കരയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് കൂടുതൽ മണ്ണ് വീണ് കിടപ്പുണ്ട്. ആ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന് നടക്കേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. കാരണം മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ആരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്നും ചില മാധ്യമപ്രവർത്തകർക്ക് മാത്രം വിലക്കേർപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചു. പല ഉദ്യോഗസ്ഥരെയും അകത്തേക്ക് അല്ലെങ്കിൽ പല ചാനലുകളെയും കന്നഡ ചാനലുകളെയും അകത്തേക്ക് വിടുന്നുണ്ട്. പക്ഷേ മലയാള ചാനലുകളിൽ ചിലർക്ക് മാത്രം വിലക്കേർപ്പെടുത്തുന്നു, അവരെ കടത്തിവിടുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ അവർ തയ്യാറാവുന്നുമില്ല. ഇപ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വന്നതും. ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുമുണ്ട്. കാരണം എന്താണ് കർണാടക സർക്കാരിൻ്റെയും പോലീസിൻ്റെയും സമീപനം എന്ന് കൃത്യമായി തുറന്നു കാട്ടാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ചില മാധ്യമങ്ങളെ മാത്രം അകത്തേക്ക് കടത്തിവിടുകയും മറ്റുള്ളവരെ ഇവിടെ തടയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഈ സമയത്തും, അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു, വെളിച്ചം വന്നു. പക്ഷേ അപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടെയുള്ളതുപോലെ ഈ JCBകളോ ടിപ്പറുകളോ പോലും ഇപ്പോഴും എത്തിച്ചിട്ടില്ല. ഇപ്പോൾ ചില JCBകൾ അകത്തേക്ക് കയറ്റിവിടാൻ തയ്യാറെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ടിപ്പറുകൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. കാരണം ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന മാത്രം ഇനി മതി, കൂടുതൽ സജീവമായി ഈ കരയിലെ പരിശോധന നടത്തേണ്ടതില്ല എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ വൈകി മാത്രം ഈ പരിശോധനകൾ ആരംഭിച്ചാൽ മതി എന്ന ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തതാവാം. എന്തായാലും ഇപ്പോഴും ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം കരയിലെ മുഴുവൻ മണ്ണും, അതായത് റോഡിന് വശത്തുള്ള മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത ശേഷം മാത്രമേ അല്ലെങ്കിൽ പുഴയിലെ സൈഡിലായി വീണിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യൂ എന്നാണ് അധികൃതർ പറഞ്ഞത്. ഇന്നലെ നമ്മൾ രഞ്ജിത്തുമായും ഒപ്പം തന്നെ ബന്ധുക്കളുമായൊക്കെ സംസാരിച്ചിരുന്നു, രക്ഷാപ്രവർത്തകരുമായൊക്കെ സംസാരിച്ചിരുന്നു. സൈന്യത്തിന് നേതൃത്വം നൽകുന്ന മേജർ അഭിഷേക് ഉൾപ്പെടെയുള്ളവരുമായി നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ എല്ലാം പറഞ്ഞത് ആദ്യം ഈ കരയിലെ മുഴുവൻ മണ്ണും, അതായത് ഇവർ പറഞ്ഞത് അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് പറഞ്ഞത് റോഡിലെ മണ്ണ് മാത്രം നീക്കം ചെയ്താൽ മതി എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കർവ് രൂപത്തിൽ, അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തെ മണ്ണുകൂടി നീക്കം ചെയ്യേണ്ടതുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകരെല്ലാം പറയുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നതും. അതോടൊപ്പം തന്നെ റഡാർ ഉൾപ്പെടെയുള്ളവ, അത്യാധുനിക സൗകര്യങ്ങളുള്ള റഡാർ, അതായത് സൈന്യത്തിൻ്റെ റഡാർ ഉൾപ്പെടെയുള്ളവ ഈ മേഖലകളിലേക്ക് എത്തിച്ച് പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. കരയിലും പുഴയിലും ഒരേ സമയം, കരയിൽ സൈന്യവും ഒപ്പം പുഴയിൽ നാവികസേനയും ഒരേ സമയം പരിശോധന നടത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഏതെങ്കിലും ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കുന്നു. പക്ഷേ രാവിലെ അത് കല്ലാണ് എന്ന് സ്ഥിരീകരണത്തിലേക്ക് വരുന്നു. പിന്നീട് മറ്റു സ്ഥലങ്ങളിൽ കൂടി, അതായത് സിഗ്നൽ ലഭിച്ച മറ്റു സ്ഥലങ്ങളിൽ കൂടി മണ്ണ് മാറ്റി പരിശോധന നടത്തി. എന്നാൽ അവിടെ ഒന്നും ഇത്തരത്തിൽ ലോറി കണ്ടെത്താനായില്ല. ഒടുവിൽ
ഏറ്റവും അവസാനമായി പറഞ്ഞത് ഈ റോഡിൻ്റെ മറ്റൊരു ഭാഗത്ത്, അതായത് ഇടതുഭാഗം വാഹനങ്ങൾ പാർക്ക് ചെയ്യാറ് എന്നാണ്. ആ പാർക്ക് ചെയ്യുന്ന വാഹനം ഒരുപക്ഷെ ആ സൈഡിൽ കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടാവാം എന്നാണ്. ആ മണ്ണ് നീക്കം ചെയ്ത് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായി 100% ഉറപ്പിക്കാനാകൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഏറ്റവും രണ്ട് തരത്തിലുള്ള പരിശോധന. ഒന്ന്, മണ്ണ് നീക്കിയുള്ള പരിശോധന കരയിൽ നടക്കുന്നു. പുഴയിൽ സോളാറും ഒപ്പം തന്നെ റഡാറും ഉപയോഗിച്ചുള്ള പരിശോധന പുഴയിൽ നടക്കുന്നു. അങ്ങനെ രണ്ട് തരത്തിലുള്ള പരിശോധന നടക്കുന്നു. കരയിലെ പരിശോധന അല്ലെങ്കിൽ കരയിലെ മുഴുവൻ മണ്ണും നീക്കം ചെയ്ത് രണ്ട് തരത്തിലാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. ഒന്ന്, ഇടതുഭാഗത്തുള്ള മുഴുവൻ മണ്ണും നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വലതുഭാഗത്ത് അടിഞ്ഞു കിടക്കുന്ന മണ്ണും സൈന്യം നീക്കം ചെയ്യുന്നു. അങ്ങനെ രണ്ട് ഘട്ടത്തിലുള്ള മണ്ണും നീക്കം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന കാര്യത്തിലേക്ക് എത്തുക. പക്ഷേ അവിടെയും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് നിലവിൽ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് ഈ മണ്ണ് നീക്കം പുരോഗമിക്കുന്നത്. പക്ഷേ പുഴയിലെ മണ്ണ് നീക്കണമെങ്കിൽ ഇറ്റാച്ചി മാത്രം പോരാ. അത്യാധുനിക സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ കൂടി എത്തിച്ചാൽ മാത്രമേ ഈ പുഴയുടെ നടുവിലൊക്കെ കെട്ടിക്കിടക്കുന്ന മണ്ണ് അത് നീക്കാനാവുകയുള്ളൂ. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഇന്നും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പം മഴ മാറിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകാഭിഹിതമാണ്. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കാരണം രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഉദ്യോഗസ്ഥരാരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാവിലെ 6:30 തുടങ്ങും എന്ന് പറഞ്ഞു. പക്ഷേ 8 മണിവരെ മാത്രമാണ് പല ഭാഗങ്ങളിലും രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടുള്ളത്. ഇന്നും സമാനമായ കടത്തിവിട്ടിട്ട് പോലുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനിയും സമയം എടുക്കും. രക്ഷാപ്രവർത്തകരോ NDRFോ അല്ലെങ്കിൽ SDRFോ ഒന്നും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ ഇനിയും സമയം വൈകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ സന്നാഹത്തോടെയുള്ള തിരച്ചിൽ ഇനി വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാവും. ഒരുപക്ഷെ ഉച്ചയോടെ ആ മണ്ണ് നീക്കം, റോഡിലെ മണ്ണ് നീക്കം അവസാനിപ്പിക്കുകയും ഏതെങ്കിലും തരത്തിൽ ലോറി കണ്ടെത്താൻ സാധിക്കുകയും ചെയ്താൽ അത് വലിയ പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും വളരെ ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടി വരണം. കാരണം പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് ലോറി കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്, രക്ഷാപ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സമയം ഇതിനായി കാത്തിരിക്കേണ്ടി വരും എന്നൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും ഉച്ചയോടെ ഒരു സുഖകരമായ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് ആശ്വാസമാകുന്ന ഒരു വാർത്ത ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹരീഷ്, ഈ രക്ഷാദൗത്യത്തിൻ്റെ ആദ്യഘട്ടം പുഴയിലാണ് നേവി തുടങ്ങിയത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഘട്ടത്തിൽ പുഴയിൽ ലോറിയില്ല, വണ്ടിയില്ല എന്നൊരു നിഗമനത്തിലേക്ക് നേവി എത്തിച്ചേർന്നിരുന്നു എന്നും ആണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ലോറി പുഴയിലാണ് എന്ന തരത്തിലേക്കൊരു സംശയം വരുന്നത്? ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം കരയിൽ തന്നെയാണ് തുടങ്ങിയത്. കാരണം കരയിൽ ഇപ്പോഴും ലോറിയുണ്ട് എന്ന് ആദ്യഘട്ടം മുതൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. എങ്കിൽ പോലും അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആദ്യം ആരംഭിച്ചത്. പക്ഷേ പിന്നീടൊരു സംശയം വന്നത് ഇനി പുഴയിൽ ആ വാഹനം പോകാനുള്ള സാധ്യത പുഴയിലേക്ക് പോയിട്ടുണ്ടാവാം എന്നൊരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഈ ലോറിയും പുഴയിലേക്ക് പോയിട്ടുണ്ടാവാം എന്നൊരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന്റെ ഭാഗമായി ഈ അടിത്തട്ടിൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ മണ്ണ് കൂടിക്കിടക്കുന്ന സ്ഥലത്ത് എത്രത്തോളം പരിശോധന നടത്താനാവും എന്നൊരു സംശയമുണ്ട്. കാരണം ഒരുമിച്ച്, അതായത് നമ്മൾ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന സൈഡിലാണ്. അപ്പോൾ ആ മണ്ണ് ഉൾപ്പെടെ ഒലിച്ച് താഴോട്ട് അല്ലെങ്കിൽ മണ്ണിനോടൊപ്പം തന്നെ ലോറി പുഴയിലേക്ക് പോവുകയാണെങ്കിൽ ആ പുഴയിൽ ലോറിക്ക് മുകളിലായിരിക്കും മണ്ണ് വീഴാനുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിൽ അവിടേക്ക്
മണ്ണ് വീഴുകയാണെങ്കിൽ ഈ മണ്ണിനടിയിലാണ് ഈ വാഹനം ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ നടത്തിയ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധന കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശങ്കയായി വന്നിരിക്കുന്നത്. അതോടൊപ്പം മണ്ണ് റോഡിലെ എവിടെയെങ്കിലും ഈ ലോറി ഉണ്ടാവും എന്ന സംശയം വന്നപ്പോൾ ആ സംശയം ദൂരീകരിക്കുന്നതിനായി മണ്ണ് മാറ്റിക്കഴിഞ്ഞു. ഏതാണ്ട് 80% മണ്ണ് റോഡിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഏതാണ്ട് 80% മണ്ണ് റോഡിൽ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പറയുന്നത് 2 അല്ലെങ്കിൽ 4 വരി പാതയാണ് എന്ന് പറയുമ്പോഴും അതിൽ 2 ലൈൻ മാത്രമാണ് കാര്യക്ഷമമായി ഉപയോഗിക്കാറ്. മറ്റ് 2 ലൈൻ പാർക്കിങ്ങിനായി കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. കാരണം വലതുഭാഗത്ത് നിരവധി കടകളുണ്ട്, റോഡിൻ്റെ വലതുഭാഗത്ത് നിരവധി കടകളുണ്ട്. അപ്പോൾ ആ റോഡിൽ പാർക്ക് ചെയ്ത വാഹനമാണെങ്കിൽ ആ റോഡിൽ നിന്നും മണ്ണ് വീണ സ്ഥലത്ത് നിന്നും ഈ വാഹനം കണ്ടെത്താനാവുമായിരുന്നല്ലോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്നത്, വാഹനം കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വാഹനം ഇടത് ഭാഗത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആ വാഹനം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ മണ്ണ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഈ ഒരുപക്ഷെ ചില സംശയങ്ങൾ, അതായത് റവന്യൂ വകുപ്പ് ഇന്ന് ലോറിയുടെ ഉയരത്തിൽ അല്ലെങ്കിൽ ലോറിയേക്കാൾ ഉയരത്തിൽ ഇനി പല ഭാഗത്തും മണ്ണ് കൂടി, അല്ലെങ്കിൽ ഒരു ഭാഗത്തും മണ്ണില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും ഇനി ആ ലോറി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തകർ പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ലോറിക്ക് മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ വീഴുകയാണെങ്കിൽ ലോറിക്ക് അപകടം സംഭവിക്കാൻ, അല്ലെങ്കിൽ ലോറി വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ക്യാബിനൊക്കെ തകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ തകർന്ന വാഹനമാണെങ്കിൽ പോലും ഹൈറ്റ് കുറയുകയോ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ് മണ്ണിനടിയിൽ തന്നെ പതിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി കണക്കിലെടുത്ത് വേണം പരിശോധന നടത്താൻ എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരായ രഞ്ജിത്ത് ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അർജുനുമായി മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ എന്നാണ് ജിതിൻ ഉൾപ്പെടെയോട് പറഞ്ഞത്. അതിന് കാരണമായി അവർ പറയുന്നതും ഈ 2 സ്ഥലം കൂടി, അതായത് പുഴയിൽ പരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ പുഴയുടെ കരയിൽ മണ്ണ് വീണ് കിടപ്പുണ്ട്. ആ മണ്ണ് വീണ് കിടക്കുന്നത് അടിയന്തരമായി മാറ്റണം. ആ മാറ്റി പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിൽ അർജുനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അർജുന്റെ വാഹനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും രക്ഷാപ്രവർത്തകർ ഇപ്പോഴും 2 കാര്യത്തിലാണ്. ഒന്ന്, വാഹനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, അതായത് അപകടം സംഭവിച്ചതിന് ശേഷവും ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അപകടം സംഭവിച്ചതിന് ശേഷവും ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ണിലടിയിലായിരിക്കണം. കാരണം വെള്ളത്തിനടിയിലാണെങ്കിൽ ഈ റോഡിലൂടെ വാഹനം മുന്നോട്ട്, അല്ലെങ്കിൽ ഈ മണ്ണിനോടൊപ്പം തന്നെ വാഹനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലാസുകൾ ഉൾപ്പെടെ തകരാറിലാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടാവാം, അതിൽ വെള്ളം കയറിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് റേഞ്ച് ലഭിക്കുന്നത്, വീണ്ടും സിഗ്നലുകൾ ലഭിക്കുന്നത് എന്നൊരു ചോദ്യമാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടം നടന്നതിന് ശേഷവും വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്ന് ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ചെയ്യാനാവില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, അല്ലെങ്കിൽ മലയാളികൾ കൂടിയായ രക്ഷാപ്രവർത്തകരും ബന്ധുക്കളും ഈ വാഹനം ഈ കരയിൽ തന്നെ ഉണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സംശയത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്ന്. ഒരുപക്ഷേ കരയിൽ നിന്നും ഈ വാഹനം കണ്ടെത്താനായില്ലെങ്കിൽ ദിവസങ്ങൾ വീണ്ടും രക്ഷാപ്രവർത്തനത്തിനായി നീക്കിവെക്കേണ്ടി വരും. കാരണം പുഴയിൽ നിന്നും ഈ മണ്ണെടുത്തതിന് ശേഷം വാഹനം കണ്ടെത്തുക എന്നുള്ളത് കരയിലെ മണ്ണ് നീക്കുന്നതിൻ്റെ ഒരുപക്ഷേ 3 ഇരട്ടിയോളം ശ്രമകരമായ ജോലിയാണ്. അത്രയേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഒഴുക്ക് നോക്കണം. ഒപ്പം തന്നെ ഓരോ ദിവസവും ഈ മേഖലയിൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് വരെ ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലയിലെല്ലാം മഴ മാറി നിൽക്കുന്നതിൽ ഒഴുക്കും ഒപ്പം ഈ ശക്തമായ മണ്ണ് പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം മറികടന്ന് വേണം ഈ മണ്ണ് നീക്കം നടത്താൻ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാവും എന്നുള്ളതും പ്രതിസന്ധിയാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടെ സൈനിക ഉദ്യോഗസ്ഥരുടെ, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ റഡാർ ഈ മേഖലയിലേക്ക് എത്തിക്കും. ആ സൈന്യം റഡാർ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ കരയിൽ ഈ വാഹനമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഇനി വാഹനം സൈന്യത്തിന് അല്ലെങ്കിൽ കരയിൽ നിന്ന് കണ്ടെത്താനായില്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ശരി, അത്തരത്തിൽ റോഡിലെ തിരച്ചിലിനൊപ്പം ഇന്ന് പുഴയിലും തിരച്ചിൽ നടത്താനാണ് സംഘത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം സൈന്യത്തിൻ്റെ അത്യാധുനിക സംവിധാനങ്ങളുള്ള റേഡർ സംവിധാനവും എത്തുമെന്നുള്ളതും
ഇന്ന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി സരീഷ് പി കെ.